ഷാനവാസ്, ഞാൻ വീണ്ടും പറയുന്നു, ഷാനവാസാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. അയാൾക്ക് സംസാരിക്കാനും വേറൊരാൾക്ക് സംസാരിക്കാനും അവസരം ഞാൻ പറയുന്നത് ഇപ്പൊ തന്നെ നോക്കൂ. ഇത് പ്രശ്നമാവും. തുടക്കത്തിൽ ഉടക്കാനാണ് ഭാവമെങ്കിൽ തന്റെ ഈ ക്ലോസറ്റ് കിടന്ന ബ്രഷ് പോലെ തലയുണ്ടല്ലോ പോളിച്ചടിക്ക് പെട്ടിലാക്കി പേഴ്സലാക്കി കഴിഞ്ഞു. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് സംസാരിച്ചോളൂ. എല്ലാ ഈ ഗെയിം കുളമാക്കി കൊടുത്തിട്ട് താൻ വലിയൊരു മിടുക്കനായി എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ടോ? ഞാൻ മാത്രമല്ല, അവരെല്ലാവരും. മുതലാളി ഉണ്ടല്ലോ, വേറെ ലെവലാ. അത് ഗെയിം കുളമാക്കിയതാണ്, ആ ഗെയിം ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇവര് എന്തോ എനിക്കിട്ടെന്തോ ട്രാപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത്. ഞാൻ ഇതിനു മുമ്പ് നീ എന്താടാ പൊട്ടം കളിക്കാണ്? എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. അന്ന് രാത്രി നടന്നൊരു വഴക്ക് ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണോ? ഞാനും നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു? അല്ല, എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. എന്താ അറിഞ്ഞൂടാത്ത പോലെ നിൽക്കുന്നത്? അല്ലല്ല, ഞാൻ ഏതാന്ന് മനസ്സിലായില്ല. കുറെ ഉണ്ടോ? എന്റെ ഷാനവാസ്, ഒരു മിനിറ്റ്, ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ സംസാരിക്കും, ഇവിടെ വരും. ഷാനവാസ്, അയാളൊന്ന് സംസാരിക്കാൻ സമ്മതിക്കില്ലേ നിങ്ങളെ? ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഇറങ്ങിപ്പോണോ? പരിധിയുണ്ട്, മര്യാദക്ക് പറയാം. നിങ്ങളെ എതിരെ സംസാരിക്കുമെന്നെങ്കിൽ ഇത്ര ടെൻഷൻ? അല്ല, അയാൾ പറയട്ടെ. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഞാൻ അയാളല്ലേ സംസാരിക്കാൻ വിളിച്ചേ? അയാൾക്ക് നിങ്ങൾ ആര് സംസാരിക്കാൻ വിളിച്ചാൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കൈവക്കി കാണിക്കുന്നത്? ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ, നാട്ടിലടിച്ചാൻ സൂപ്പാക്കും.